ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ വീക്കായിട്ട് നമുക്ക് അങ്ങനെ ന്യൂസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കോൾഡ് സ്റ്റേജിലായിരുന്നു. അതങ്ങോട്ട് മാറിയിട്ട് ഏകദേശം 40ഓളം ന്യൂസുകളാണ് ഈ ഒരു വീക്കിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അതിൽ നിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പകുതിക്കൊക്കെ എത്തിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെയാണ് ടെക് ലോകത്തെ വിശേഷങ്ങൾ നിൽക്കുന്നത്. പിന്നെ ലാസ്റ്റ് വീക്ക് 2 സിനിമകൾ കണ്ടു. ഒന്ന് സൂക്ഷ്മദർശിനി, നസ്രിയ ബേസിലൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. നല്ല പടമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല പോലെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ബേസിലിൻ്റെയും നസ്രിയയ്ക്ക് അങ്ങനെയുള്ള ക്യാരക്ടർ നല്ല പോലെ അല്ലെങ്കിൽ സ്യൂട്ട് ആവാറുണ്ട്. നസ്രിയയുടെ ഒരു തിരിച്ചു വരവ് എന്നൊക്കെ പറയാം. പിന്നെ ബേസിൽ തകർത്തുണ്ട്. സോ ഞാൻ നല്ല പോലെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പടമാണ് കേട്ടോ ആ ഒരു സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹലോ മമ്മി എന്നുള്ളൊരു പടവും കണ്ടു. സത്യമായിട്ട് എനിക്കത് ബോറടിച്ചു, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കോമഡി എന്റർടൈനർ എന്നുള്ള പേരിലാണ് അത് വന്നത് എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പടത്തിന്റെ ആവശ്യമേ ഇല്ല എന്ന് തോന്നി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ എന്താ? അപ്പൊ നമുക്ക് വലിച്ചു നീടണ്ട, നേരെ ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. മീഡിയടെക്കിന്റെ സൈഡിൽ നിന്നുള്ള ഡിമെൻസിറ്റി 9400 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ച് ഇന്ത്യയിലോട്ട് വരുന്ന ആദ്യത്തെ ഫോണായ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഓപ്പോ ഫൈൻഡ് എക്സ് 8 സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2 മോഡലുകളാണ്. ഓപ്പോ ഫൈൻഡ് എക്സ് 8 എന്ന് പറയുന്ന മോഡലും 8 പ്രോ എന്ന് പറയുന്ന മോഡലും. അതിൽ ഈ ഒരു 8ന് വില വരുന്നത് 70,000 രൂപ മുതലാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ 8 പ്രോയ്ക്ക് 1 ലക്ഷം രൂപ മുതലാണ് വില വരുന്നത്. സോ നല്ല ക്യാമറ കാര്യങ്ങളൊക്കെ ആണെന്നാണ് പറയുന്നത്. എന്തായാലും 27-ാം തീയതിയാണ് അതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ താല്പര്യമുള്ളവർക്ക് നോക്കാം. അധികം വൈകാതെ OnePlusന്റെ സൈഡിൽ നിന്ന് ഒരു വി ഫോൾഡ് ഫോൺ, അതായത് ഫ്ലിപ്പ് ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മോഡൽ ഫോൺ വരും എന്ന് പറയുന്നുണ്ട്. അതൊരു പുതിയ മോഡൽ ആയിരിക്കില്ല. ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഓപ്പോ ഫൈൻഡ് N3 എന്ന് പറയുന്ന ഒരു ഫ്ലിപ്പ് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. അതിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസ്സർ ആയിരിക്കാൻ ചാൻസ് ഇല്ല. OnePlus ഇറക്കുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് സ്പെക്ക് നമുക്ക് തരാറുണ്ട്. സോ അധികം വൈകാതെ നമുക്ക് OnePlusന്റെ സൈഡിൽ നിന്ന് ഇത്തരത്തിലൊരു ഫ്ലിപ്പ് ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വീഡിയോ കോൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഇനി മുതൽ നമുക്ക് HD ക്വാളിറ്റിയിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വീഡിയോ കോളുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. പലർക്കും ആ ഒരു ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾക്ക് അപ്ഡേഷനിൽ ഇനി വരും. സോ ഇത്തരത്തിലുള്ള ഒരു ഫീച്ചേഴ്സ്, അതായത് HD വീഡിയോ കോളിംഗ് ഇനി മുതൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ പോസിബിൾ ആയിരിക്കും. ആപ്പിൾ പ്രോമിസ് ചെയ്ത പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്തോനേഷ്യയിൽ ചെയ്യാത്തതിന്റെ പേരിൽ ഇന്തോനേഷ്യൻ ഗവൺമെന്റ് iPhone 16 സീരീസുകളുടെ സെയിൽ ഇന്തോനേഷ്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ബാൻ നീക്കാൻ വേണ്ടിയിട്ട് ഏകദേശം $100 മില്യൺ ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഇന്തോനേഷ്യയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതുവഴി ഇപ്പോൾ നിലവിലുള്ള ബാൻ കാര്യങ്ങളെല്ലാം മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ആപ്പിൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കാര്യവും നടക്കുന്നുണ്ട്. അസ്യൂസിന്റെ സൈഡിൽ നിന്ന് റോഗ് സീരീസിൽ റോഗ് ഫോൺ 9 ആൻഡ് 9 പ്രോ എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്ലോബലിൽ ഇന്ത്യ ഇല്ല കേട്ടോ. ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇനി ഈ 2 ഫോണിന്റെയും സ്പെക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് ചിപ്സെറ്റ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 185 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുകൂടാതെ ബാക്കിൽ LED ലൈറ്റ് കത്തുന്ന ഒരു ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എനിവേ ഈ ഒരു ഫോണിന്റെ പ്രൈസ് ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ INR കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത് 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ്. അതായത് റോഗ് ഫോൺ 9 90, അതായത് 1 ലക്ഷം രൂപ. പിന്നെ റോഗ് ഫോൺ 9 പ്രോയ്ക്ക് 1,49,000 രൂപ വരെ വരുന്നുണ്ട്. സോ അങ്ങനെ 2 ഫോണുകൾ, 2 ഗെയിമിംഗ് ഫോണുകൾ അസ്യൂസിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് എന്ന് പറയുന്ന പ്രോസസർ യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലോട്ട് ആദ്യമായി വരാൻ പോകുന്ന Realme GT 7 Pro എന്ന് പറയുന്ന ഫോണിന്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ ഓൾറെഡി ആമസോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 26-ാം തീയതിയാണ് ആ ഒരു ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്ത്യൻ ലോഞ്ച് വരുന്നത്. എനിവേ അത് പറയാനല്ല വന്നത്. ചൈനീസ് വേരിയന്റിനെ അപേക്ഷിച്ച്, അതായത് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള മോഡലിനെ അപേക്ഷിച്ച് ഇന്ത്യയിലോട്ട് വരുമ്പോൾ 700 mAh ബാറ്ററി കുറവുണ്ടായിരിക്കും. ചൈനയിൽ 6500 mAh ആയിരുന്നെങ്കിൽ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് 5800 mAh ബാറ്ററി കപ്പാസിറ്റിയിലായിരിക്കും Realme GT 7 Pro എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ iQന്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്ന iQ13 എന്ന് പറയുന്ന മോഡലിലും 150 mAh ഒരു ഡിഫറൻസ് ഇന്ത്യൻ വേരിയന്റിൽ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് അവിടത്തേനേക്കാൾ ചൈനയിൽ ഇറങ്ങിയതിനേക്കാളും 150 mAh കപ്പാസിറ്റി കുറവായിരിക്കും. അതേപോലെ ഈ ഒരു iQ13 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും അതിൽ കൂടുതലൊരു സെക്യൂരിറ്റി അപ്ഡേറ്റും iQ ഓഫർ ചെയ്യുന്നുണ്ട്. സോ iQ13 ഡിസംബർ 3-ാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഗൂഗിളിന്റെ സൈഡിൽ നിന്ന് പിക്സൽ സീരീസിൽ ഒരു ലാപ്ടോപ്പ് വരാനായിട്ട് പോകുന്നുണ്ട്. അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണെന്നാണ് പറയുന്നത്. അതായത് എന്ന് വരും, എപ്പോൾ വരും എന്നുള്ളതൊന്നും അറിയില്ല.
ഈ ഒരു ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പിക്സൽ സീരീസിലെ ഒരു ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പണിപ്പുരയിലാണ് ഗൂഗിൾ എന്നാണ് ഇപ്പോൾ റൂമറുകൾ പറയുന്നത്. ഇനി ഇതിൽ വരുന്നത് വിൻഡോസിന്റെ OS ആയിരിക്കുമോ അതോ ക്രോം OS ആയിരിക്കുമോ ഇനി ആൻഡ്രോയിഡിന്റെ മറ്റൊരു ലാപ്ടോപ്പ് വേർഷൻ ആയിരിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. പിക്സൽ സീരീസിൽ ഗൂഗിളിന്റെ സൈഡിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. HMDയുടെ സൈഡിൽ നിന്ന് ഐക്കൺ ഫ്ലിപ്പ് 1 എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഫോൺ അധികം വൈകാതെ ഗ്ലോബലി അതേപോലെ ഇന്ത്യയിലൊക്കെ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതൊരു ഫീച്ചർ ഫോണാണ്, അതേപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. എന്താണ് ഇതിന്റെ പ്രൈസെന്നോ സ്പെക്കെന്നോ ഒന്നും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ഫോൺ HMDയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഈ HMDനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിൽ കുറച്ചും കൂടി ബെറ്റർ പ്രൊഡക്റ്റുകളൊക്കെ ഇറക്കേണ്ട ഒരു സമയമാണ്. എന്നാലേ അവർക്ക് മാർക്കറ്റ് പിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ബാഴ്സലോന പോലുള്ള ക്ലബ്ബുകൾക്കൊക്കെ പരസ്യം കൊടുത്തു എന്നുള്ളതുകൊണ്ടൊന്നും കാര്യമില്ല. എന്തായാലും HMDയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഐക്കൺ ഫ്ലിപ്പ് 1 എന്ന് പറയുന്ന ഒരു ഫോൾഡബിൾ ഫോൺ, ഫീച്ചർ ഫോൾഡബിൾ ഫോൺ അധികം വൈകാതെ ഗ്ലോബലി എക്സ്പെക്ട് ചെയ്യാം. ഈ HMDയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പച്ച പിടിക്കാത്ത മറ്റൊരു കമ്പനിയാണ് ഹോണർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അവർ ഇടുന്ന പ്രൈസ് തന്നെയാണ് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്. 60,000-70,000 രൂപയ്ക്കൊക്കെ ഈ ഒരു നോർമൽ സ്പെക്കിൽ വരുന്ന ഫോണുകൾക്ക് പ്രൈസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആരും വാങ്ങില്ല, പ്രത്യേകിച്ച് ഹോണർ എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി. എന്തായാലും ഹോണറിന്റെ സൈഡിൽ നിന്ന് ചൈനയിൽ ഡിസംബർ 2 ഹോണർ 300 എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് വീക്കിന്റെ തുടക്കത്തിൽ അതിന്റെ ഇമേജ് കാര്യങ്ങളൊക്കെ സ്പൈ വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ അതിന്റെ ഒഫീഷ്യൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ അവർ തന്നെ ഹോണർ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. സോ ഒരു വെറൈറ്റി ക്യാമറ ഡിസൈനിലാണ് അവർ ഈ ഒരു ഹോണർ 300 പുറത്തിറക്കാനായിട്ട് പോകുന്നത്. മിക്കവാറും ജനുവരി ഫെബ്രുവരിയിലൊക്കെ കൂടിയിട്ട് നമുക്ക് ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം. ഒരു 70,000-80,000 ഒക്കെ അവർ പ്രൈസ് വിടും, ആരും വാങ്ങാനും പോകുന്നില്ല. സോ ഹോണറിന്റെ സൈഡിൽ നിന്ന് ഹോണർ 300 എന്ന് പറയുന്ന ഫോൺ ഡിസംബർ 2 ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഐക്യുവിന്റെ സൈഡിൽ നിന്ന് നിയോ സീരീസിൽ നിയോ 10 സീരീസ് ഫോണുകൾ ഈ മാസം 29 ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം നിയോ സീരീസിൽ വരുന്ന ഫോണുകൾ ഒരു പ്രീമിയം കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഫോണുകളാണ്. ഇപ്പോൾ നല്ല സ്പെക്കും നല്ല പ്രോസസ്സർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കൊടുക്കാറുള്ളത്. ഈ വർഷം ഒട്ടും മോശമല്ല. ഡിമെൻസിറ്റി 9400 എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെയാണ് ചൈനീസ് വേരിയന്റിൽ അവർ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് Q2 ചിപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഏകദേശം ഒരു 40,000 രൂപയ്ക്ക് താഴെയൊക്കെയാണ് ചൈനയിൽ ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ത്യയിലോട്ട് ഇത് എപ്പോൾ വരും എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. എന്തായാലും ജനുവരി ഫെബ്രുവരി ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിലോട്ട് IQ Neo 10 സീരീസ് ഫോണുകളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ചൈനയിൽ ഈ മാസം 29 IQ Neo 10 സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്യും. LGയുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് ഒരു ഗെയിമിംഗ് മോണിറ്റർ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കവിടെ LED പാനലാണ് വരുന്നത്, LCD പാനലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 450 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു ഗെയിമിംഗ് മോണിറ്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. എനിവേ 79,999 രൂപയാണ് ഇന്ത്യൻ പ്രൈസ് കണ്ടത്. സോ താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാം. മോട്ടറോളയുടെ സൈഡിൽ നിന്ന് ഡിസൈനിൽ ഒരു ചേഞ്ചും ഇല്ലാതെ 2 മോഡൽ ഫോണുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അവരുടെ G സീരീസിൽ മോട്ടറോള G05 എന്ന് പറയുന്ന മോഡലും അതുകൂടെ G15 എന്ന് പറയുന്നത് 15 എന്ന് പറയുന്ന മോഡൽ ഫോണുകളാണ് വരുന്നത്. ഇതിൽ നിങ്ങൾ ഈ ഒരു ഇമേജ് കാണുന്നതിൽ ബ്ലാക്ക് കളറിൽ വരുന്നതാണ് മോട്ടറോള G05 എന്ന് പറയുന്നത്. അതേപോലെ ഓറഞ്ച് കളറിൽ വരുന്നതാണ് മോട്ടറോള G15 എന്ന് പറയുന്നത്. എന്തിനാണോ അവർ ഇങ്ങനെ ഫോണുകൾ ഇറക്കുന്നത്? എന്തായാലും G സീരീസിൽ 2 ഫോണുകൾ മോട്ടറോളയുടെ സൈഡിൽ നിന്ന് അധികം വൈകാതെ എക്സ്പെക്ട് ചെയ്യാം. ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഓപ്പോ റെനോ 12F എന്ന് പറയുന്ന ഫോണിന്റെ ഹാരി പോട്ടർ സ്പെഷ്യൽ എഡിഷൻ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ ഒരു ഫോൺ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതിന്റെ ഡീറ്റെയിൽ തപ്പിയിട്ട് കിട്ടിയില്ല. എനിവേ നമുക്ക് 50 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ്, 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററിക്ക് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഫോണിന്റെ ഗ്ലോബൽ പ്രൈസിങ് ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 36,000 രൂപയാണ് വരുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് ഡിമെൻസിറ്റി 6300 എന്ന് പറയുന്നതാണ്. ഏകദേശം 10,000 രൂപ റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സറാണ് ഡിമെൻസിറ്റി 6300 എന്ന് പറയുന്നത്. സോ എന്ത് തന്നെ സ്പെഷ്യൽ എഡിഷൻ ആണെന്നുണ്ടെങ്കിലും അതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒട്ടും വർത്തി ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്. എന്തായാലും ഓപ്പോയുടെ സൈഡിൽ നിന്ന് റെനോ 12F എന്ന് പറയുന്ന ഫോണിന്റെ ഹാരി പോട്ടർ ലിമിറ്റഡ് എഡിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്ത ഷവോമി റെഡ്മി 14 സീരീസ് ഫോണുകൾ ഡിസംബർ 9 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സോ അതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ആ ഒരു ഡിസൈൻ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുക. എന്തായാലും ഡിസംബർ 9 റെഡ്മി 14 സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് പോപ്പ് 9 എന്ന് പറയുന്ന ഒരു മോഡൽ 22 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 6,500 രൂപയാണ്.
സോ നിങ്ങൾ ഏറ്റവും വില കുറഞ്ഞ ഒരു ആൻഡ്രോയിഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ടെക്നോ പോപ്പ് 9 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി പൈസ ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ബെറ്റർ ഫോണുകൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. എന്തായാലും ടെക്നോയുടെ സൈഡിൽ നിന്ന് പോപ്പ് 9 എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാംസങ് ഗാലക്സി വാച്ചുകൾ ഉപയോഗിക്കുന്നവർ, അതായത് സാംസങ് ഗാലക്സി വാച്ച് 4 മുതൽ പുതിയ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള One UI 6 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സാംസങ് പുറത്തു വിട്ടിട്ടുണ്ട്. സോ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സാംസങ് ഗാലക്സിയുടെ വാച്ച് സീരീസിലുള്ള ലേറ്റസ്റ്റ് One UI 6 അപ്ഡേഷൻ ഇപ്പോൾ ചെയ്യാവുന്നതാണ്. അധികം വൈകാതെ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്ന സാംസങ് ഗാലക്സി A56 എന്ന് പറയുന്ന ഫോൺ ഉണ്ടല്ലോ, അതിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഇപ്പോഴത്തെ റൂമറുകൾ പറയുന്നത്. അതായത് എഫ് സീരീസ്, എസ് സീരീസ്, എം സീരീസ്, ഈ സീരീസിലൊക്കെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഇതിന് മുന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു എ സീരീസ് ഫോണിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സാംസങ് കൊടുക്കുന്നത്. സോ ഇതിന്റെ പ്രൈസും അതേപോലെ തന്നെ അവർ കൂട്ടിവെക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സാംസങ് ഗാലക്സി A56 എന്ന് പറയുന്ന ഫോൺ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയിട്ട് അധികം വൈകാതെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. Q3 നോക്കുമ്പോൾ, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസത്തെ സെയിലുകൾ നോക്കുമ്പോൾ ഏകദേശം 20% ഇടിവാണ് YoY പെർഫോമൻസ് നോക്കുമ്പോൾ സ്മാർട്ട് വെയറബിളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം 20% ഇടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ബോട്ട് തന്നെയാണ്. ഏകദേശം 32% മാർക്കറ്റ് ഷെയർ ആണ് ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിനുള്ളത്. ബാക്കിയെല്ലാം നല്ലപോലെ താഴെ പോയിട്ടുണ്ട്. അതേപോലെ TWSന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയും ബോട്ട് തന്നെയാണ് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് ബോട്ടിന് തന്നെയാണ്. പക്ഷെ YoY പെർഫോമൻസ് നോക്കുമ്പോൾ അവിടെ കാര്യമായിട്ടുള്ള ഒരു ഇടിവ് TWSന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. ഒരു 0.7 ഡിഫറൻസ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഓപ്പോ പാഡ് 3 Pro എന്ന് പറയുന്ന ടാബ്ലറ്റ് ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അവൈലബിലിറ്റിയും ഇന്ത്യയിൽ നോക്കിയപ്പോൾ കണ്ടില്ല. എന്തായാലും ഡിസംബർ 31 ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്മാർട്ട് കീബോർഡും അതേപോലെ സ്മാർട്ട് പെൻസിലും ഈ ഒരു ടാബ്ലറ്റിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു പുതിയ ടാബ്ലറ്റ് അല്ല. OnePlus Pad 2 എന്ന് പറയുന്നത് റീബ്രാൻഡഡ് വെർഷൻ ആണ് ഓപ്പോ പാഡ് 3 Pro എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ത്യയിൽ OnePlus Pad 2 ഏകദേശം 40,000 രൂപ ആ ഒരു റേഞ്ചിലാണ് കൊടുത്തത്. ColorOS 15 അപ്ഡേഷൻ റോഡ് മാപ്പ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ടൈം സ്കെഡ്യൂളിലായിരിക്കും ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഫോണുകൾക്ക് ColorOS 15 അതായത് ആൻഡ്രോയിഡ് 15 ബേസ്ഡ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കിട്ടാനായിട്ട് പോകുന്നത്. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. നമ്മളുടെ കൂട്ടത്തിൽ ആരും വാട്സാപ്പ് യൂസ് ചെയ്യാത്തവരായിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ വാട്സാപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോണുകളിൽ യൂസ് ചെയ്യുന്നവർക്ക് ഒരു വാർണിംഗ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വൈറസുകൾ നല്ല പോലെ വരുന്നുണ്ട്. ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷനൊക്കെ ആയിട്ടാണ് പലർക്കും അത് കിട്ടുന്നത്. നമ്മൾ ആ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുന്ന വഴിക്ക്, ലിങ്കൊക്കെ ക്ലിക്ക് ചെയ്യുന്ന വഴിക്ക് ഒരു മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ APK ഫയൽ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും. നമ്മളുടെ ഡാറ്റ, ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അത് അവർക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഒറ്റ കാര്യം പറയാനായിട്ടുള്ളൂ, ആരാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി തപ്പിപ്പിടിച്ച ന്യൂസുകൾ. എനിക്കറിയാം ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് ഇച്ചിരി ലെങ്തി ആണ്. ഇതുവരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ന്യൂസുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.